ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 44 ചെസ്റ്റുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വിധമാണ് നോക്കുന്നത്. അതെന്നോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ അളവുകൾ നോക്കാം. അപ്പോൾ അളവുകൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇറക്കം 15, ചെസ്റ്റ് വണ്ണം 44, വേസ്റ്റ് വണ്ണം 40, ഷോൾഡർ 17, കൈയിറക്കം 7, വണ്ണം കൈയുടെ വണ്ണം 6.5, 6.5. പിന്നെ ബ്ലൗസിൻ്റെ ഷോൾഡറിലുള്ള വീതിയാണ് പറഞ്ഞത് 4. പിന്നെ ആം റൗണ്ട് 19, ഫ്രണ്ട് കഴുത്തിറക്കം 7, ബാക്കിനൊക്കെ ഇറക്കം 8.5 ഇഞ്ച്, പോയിന്റ് ഇറക്കം 10. ഇത്രയും അളവേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാം. നമുക്കതിന് തുണി തന്നിട്ടുള്ളത് ഇതെൻ്റെ കസ്റ്റമറിൻ്റെ ബ്ലൗസാണ്. അപ്പം ഇത് നമുക്ക് 3/4 ആണ് കൈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുണിയുടെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് 1.15 ആണ്. 1 മീറ്ററും 15 സെൻറ്റിമീറ്ററും ആണ് നമുക്ക് ബ്ലൗസിൻ്റെ തുണിയായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം പുറകുവശം മടക്കിയിടാം. നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടു. അതിന് ശേഷം നമുക്ക് വണ്ണം നമുക്ക് തന്നിട്ടുള്ളത് ചെസ്റ്റ് വണ്ണം 44, വേസ്റ്റ് വണ്ണം 40 ഇഞ്ച്, ഇറക്കം 15 ഇഞ്ച്, ഷോൾഡർ 17, ആം റൗണ്ട് 19. അപ്പോൾ ഇത്ര അളവ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ കൈയിറക്കം 7 ഇഞ്ചാണ്, വണ്ണം 6.5 ഇഞ്ച്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുറകുവശം ഞാനിവിടെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറക്കം നമുക്ക് 15 ഇഞ്ചാണ്. അപ്പോൾ 44ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. 4. ഈ വേസ്റ്റിൻ്റെ കൂടെ നമുക്കൊന്നും കൂട്ടണ്ട. പക്ഷേ ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചാണ് കൂട്ടുന്നത്. ഇവർ ബസ്റ്റ് അളവ് തന്നിട്ടില്ല. അപ്പോൾ ബസ്റ്റ് അളവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ബസ്റ്റ് അളവ് തന്നിട്ടില്ല. അപ്പോൾ 44ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 48 ആണ് വരുന്നത്. 48ൻ്റെ 4 കണ്ടിട്ട് വേണം നമുക്ക് വണ്ണം അടയാളപ്പെടുത്താൻ. അപ്പോൾ 44ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുന്നു, 48 കിട്ടുന്നു. 48ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ മടക്കിയിട്ടതിൽ 12 കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പോൾ 12 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തുന്നു. നമുക്ക് 1 ഇഞ്ച് കഴുത്തുമ്പിട്ടാൽ മതി. ഇനി നമുക്ക് ഇറക്കമാണ്. ഇറക്കം നമുക്ക് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടുതലിടും. നമ്മൾ പടി വെച്ചാണ് അടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 16 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് വേണ്ടത്. അപ്പോൾ കഴുത്തിറക്കം പുറകിൽ 8.5 നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ 8.5 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡർ നോക്കണം. ഷോൾഡർ വർക്ക് 17 ആണ്. അപ്പം ഈ 8.5 ഇറക്കം വരുന്നതുകൊണ്ട് തന്നെ 17ൽ നിന്നും നമുക്ക് 3 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 14 വന്നു. 17ൽ നിന്ന് 3 പോകുമ്പോൾ 14 വന്നു. 14ൻ്റെ പകുതി 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ ഷോൾഡർ വീതിയായിട്ട് ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് 8.5 വന്നുകൊണ്ടാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് 17ൽ നിന്ന് ഷോൾഡർ 17 ആണ്. 17ൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറച്ചു. 3.5 ഇഞ്ച് വേണേലും കുറയ്ക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ 6.5 ആണ് വരിക. നമുക്ക് 8.5 ഇഞ്ച് കഴുത്തിറക്കം വന്നതുകൊണ്ട് നമുക്ക് 3.5 ഇഞ്ച് വേണേലും കുറയ്ക്കാം. ഇവിടെ ഞാൻ 3 ആണ് കുറച്ചത്. കാരണമുണ്ട്. അതിന് ഇവർ കഴുത്തകലം 2.25 ആണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് 2.25 പോരാ. 42 ചെസ്റ്റ് അളവിന് എങ്ങനെ പോയാലും 3 ഇഞ്ച് 2.25 ഇഞ്ചെങ്കിലും കഴുത്തകലം കൊടുത്തെങ്കിലേ ഇവരുടെ ബ്ലൗസ് കറക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഇവർക്ക് ഷോൾഡർ വീതി കൂടുതലായി പോകും. അതുപോലെ തന്നെ ഈ കഴുത്തിന് ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഇടുങ്ങിയിരിക്കുമ്പോൾ ഇവർക്ക് കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് ഇടുങ്ങിയിരിക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. ബ്ലൗസ് ഇട്ടാൽ ഒരു ഭംഗി വരുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2.25 അല്ല കൊടുക്കുന്നത്, 2.25 നമ്മളിവിടെ കഴുത്തകലം കൊടുക്കുന്നത്. അപ്പം ഞാൻ ഷോൾഡർ 17 ആണ്. 17ൽ നമ്മൾ 8.5 ആയതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് കുറച്ചു. 3.5 ഇഞ്ചാണ് സാധാരണ കുറയ്ക്കേണ്ടത്. അതിന് പകരം ഞാൻ 3 ഇഞ്ചാണ് കുറച്ചത്. അതിന് കാരണമുണ്ട്. 4 ഇഞ്ചെങ്കിലും ഷോൾഡർ വീതി വേണം. അത് തന്നെയല്ല, കഴുത്ത് നമുക്ക്
ഇവർ കൊടുക്കുന്നത്, അതായത് ഷൈനി കൊടുക്കുന്നത് 2.25 പക്ഷെ ഇവരുടെ ബോഡിക്ക് കറക്റ്റായ മാച്ച് 2.25 കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കഴുത്തറക്കം അടയാളപ്പെടുത്തി, നമ്മൾ ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകലം കൊടുക്കാം. അകലം ഞാനിവിടെ 2.25 അടയാളപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ അടിവശത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തും. ഇപ്പം എൻ്റെ കസ്റ്റമറിനും ഇതേ കഴുത്ത് തന്നെയാണ്, ഇതേ അകലം തന്നെയാണ് വേണ്ടത്. ഇനി നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. അപ്പം ഇവിടെ ആം റൗണ്ട് 19, അതിൻ്റെ പകുതി 9.5 വരുന്നത്. 9.5 വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ലൂസ് നമ്മൾ ചേർക്കണം. 19ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ നമുക്ക് 19.5 കിട്ടി. അപ്പോൾ നമ്മൾ 9.25 കൈക്കുഴി കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ, അതായത് ആം ഹോൾ റൗണ്ട് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 6.5 ഇഞ്ച് നമ്മൾ കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ഷോൾഡർ 7 കൊടുത്തത്. ആ അളവ് തന്നെ നമ്മൾ ഒരിക്കലും കൈക്കുഴിക്ക് കൊടുക്കില്ല. നമുക്കിതൊന്ന് വരച്ച് നോക്കാം. നമ്മളിവിടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 12. പിന്നെ നമുക്ക് നോക്കാം. അളന്ന് നോക്കാം. 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ട് മുകൾ വശത്ത്. അതിനുശേഷം നമുക്ക് അളന്നാൽ 9.25. നമുക്കിവിടെ 10 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കൈക്കുഴി വേണ്ട. നമുക്ക് 5.25 കൈക്കുഴി കൊടുക്കാം. സ്റ്റോപ്പ് ചെയ്യാൻ മാറ്റി 5.25 കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മാറ്റിയപ്പോൾ നമുക്കിനി അളന്ന് നോക്കാം. 1/2 ഇഞ്ച് ഇട്ടിട്ട് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഷൈനിക്ക് കൊടുക്കേണ്ട കൈക്കുഴി എന്നത് 5.25. അതായത് ഷോൾഡർ തന്നെ നമ്മൾ ആം ഹോൾ കൊടുത്താൽ ഇവർക്ക് ഈ ആം ഹോൾ റൗണ്ടിനേക്കാളും കൂടുതലായി പോകും കൈ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ആം ഹോൾ റൗണ്ടിനനുസരിച്ചായിരിക്കണം നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 5.25 കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ അളന്നാൽ നമുക്ക് കൃത്യമായിട്ട് 9.25 കിട്ടുന്നുണ്ട്. കണ്ടോ, 9.25 നമുക്ക് ഈ അളവിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ അത്ര അളവ് കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റ് അളവാണ് വേണ്ടത്. അപ്പം നമ്മൾ 10 ഇഞ്ച് വേസ്റ്റ് അളവായിട്ട് കൊടുത്തു. അപ്പോൾ ഇവർക്കിവിടെ ഒരു ടക്ക് കൊടുക്കുന്നതായിരിക്കും ഉചിതം, നല്ലത്. കാരണം ഇവരുടെ ശരീരപ്രകൃതിക്ക് ആ ടക്ക് നല്ലതായിരിക്കും. നമ്മൾ 3.5 ഇഞ്ച് ടക്കിൻ്റെ നീളം കൊടുത്തു. ഈ വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി, അതായത് നമ്മൾ 40 വേസ്റ്റ് വണ്ണം. അപ്പം 40ൻ്റെ 4 ഭാഗം 10 ഇഞ്ച്, അതിൻ്റെ കൃത്യം നടുക്കായിട്ട് നമ്മൾ ടക്കിനും അടയാളപ്പെടുത്തി. അപ്പോൾ 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി, 1.5 ഇഞ്ച് കരുത്തുമ്പോൾ. നമുക്കിനി കഴുത്തും കൂടെ വരയ്ക്കാം. ശരിക്കും 44 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് ഈ കഴുത്തലായിരിക്കും കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നത്. കാരണം അവർ 2.25 എന്നോട് കഴുത്തിൻ്റെ അകലമായിട്ട് പറഞ്ഞത്. പക്ഷെ അവരുടെ ശരീരപ്രകൃതിക്ക് അവർ കഴുത്ത് ലൂസായി പോകുന്ന ഇറങ്ങി പോകുന്ന പ്രശ്നം കൊണ്ടായിരിക്കും ഈ 2.25 എടുത്തിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ ബോഡിക്ക് കറക്റ്റായ മാച്ചായ അകലം എന്നത് 2.25 കഴുത്തകലം. എങ്കിലാണ് ഈ കഴുത്ത് ബ്ലൗസ് നമ്മൾ ഇടുമ്പോൾ കഴുത്തിന് നല്ല ഭംഗിയാവുക, ബ്ലൗസും നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. ഇനി നമുക്കിവിടെ ഷോൾഡർ 3.5 ഇഞ്ച് കിട്ടും തയ്ച്ച് കഴിയുമ്പോൾ. അവർ 4 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പം ആ 1/2 ഇഞ്ച് ഞാനിവിടെ കഴുത്തകലമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കസ്റ്റമറിന് ഇത് തന്നെയാണ് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അവർ 2.25 കൊടുത്ത് വിട്ടാൻ കാരണം മിക്കവാറും അവർക്ക് കഴുത്ത് ഇറങ്ങിപ്പോകുന്ന പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം. അത് നമ്മുടെ കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ കൈക്കുഴി നമുക്ക് കറക്റ്റ് അല്ലാതെ വരുന്ന സാഹചര്യത്തിലോ ആയിരിക്കണം ആ പ്രശ്നം ഉണ്ടാവുക. അല്ല നമ്മൾ കഴുത്തകലം കൊടുക്കാൻ പേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിന് മാറ്റായ കഴുത്തകലം, അല്ലെങ്കിൽ ഓരോ ചെസ്റ്റ് അളവിനും കറക്റ്റായ കഴുത്ത് ഊർന്നു പോകുമ്പോൾ നമ്മൾ പേടിച്ച് കഴുത്തകലം കൊടുക്കാതിരുന്നാൽ ആ ബ്ലൗസ് നമുക്ക് ഇടുമ്പം അത്ര ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ പുറകു വശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. 15 ഇഞ്ച് ഇറക്കവും 8.5 ഇഞ്ച് കഴുത്തകലോ. ഷോൾഡറിൽ നമ്മൾ 8.5 ആയതുകൊണ്ട് 17 ഷോൾഡറിൽ നമ്മൾ 3 ഇഞ്ച് കുറച്ച ശേഷം നമ്മൾ ഷോൾഡർ 14 എടുത്തു. 14ൻ്റെ പകുതി 7 നമ്മൾ അടയാളപ്പെടുത്തി. കഴുത്തകലം ഞാൻ 2.25 കൊടുത്തു. ഇവിടെ താഴെ വശത്ത് 3 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം വെട്ടിയെടുത്ത ബ്ലൗസാണിത്. അതായത് കൈക്കുഴി നമ്മൾ 19.5 ആം ഹോൾ റൗണ്ട് വരുന്നത് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെട്ടിയതാണ്. അപ്പം കൈക്കുഴി ഇറക്കം വരുന്നത് 5.25. ഇത്ര നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാം. കൈ നമുക്ക് ഈ വശത്തുനിന്ന്, അതായത് ഇപ്പം നമ്മൾ ഒരു വശത്ത് ബ്ലൗസ് വെട്ടി, ബ്ലൗസിൻ്റെ പുറകു വശം വെട്ടി, നമുക്ക് ഈ വശത്തുനിന്ന് 2 ആക്കി മടക്കി ഇനി ഒന്നോടെ മടക്കി, അതായത് 4 ആക്കി മടക്കിയിട്ട് നമുക്ക് കൈ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മളോട് ആവശ്യപ്പെട്ട കൈയുടെ ഇറക്കം, നമ്മളോട് ആവശ്യപ്പെട്ട ഷൈനിയുടെ കൈയുടെ ഇറക്കം 7 ഇഞ്ചാണ്. ഷൈനിയുടെ കൈയുടെ ഇറക്കം 7 ഇഞ്ചാണ്. വണ്ണം 6.5 ഇഞ്ചാണ്. ആം ഹോൾ റൗണ്ട് 19.5. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ഇപ്പോൾ മുകളിലത്തെ വണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ കസ്റ്റമറുടെ കൈയിറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് 11 ഇഞ്ച് കൈയിറക്കം വേണം. മുകൾ വശത്തെ വണ്ണം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 8.25 വേണം. അടിവശത്ത് നമുക്ക് 5.5 മതി. നമുക്ക് 5.5 ഇഞ്ച് അടിവശത്ത് ഇറക്കം വേണം. 11 ഇഞ്ച് വണ്ണം 8.25, അടിവശത്തെ വണ്ണം 5.5. ആം റൗണ്ട് ഇപ്പോൾ ഇവർക്ക് സെയിമാണ്. ആം റൗണ്ട് എല്ലാം ഇവർക്ക് സെയിമാണ്. നമ്മൾ സാധാരണ കൈ വെട്ടാൻ വേണ്ടി 4 ആക്കി മടക്കിയിടുന്ന പോലെ നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ചെസ്റ്റ് അളവിൽ നിന്ന്, നമുക്ക് ഇവർ മുകളിലത്തെ വണ്ണം തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഇവരുടെ ചെസ്റ്റ് അളവിൽ നിന്ന് വേണം നമുക്ക് കൈയുടെ മുകളിലത്തെ വണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് 44ആണ്. 44ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ 11ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടുന്നു. അതായത് 44ൻ്റെ 4 ഭാഗം 11 ഇഞ്ച്. അതിൽ നമ്മൾ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടുന്നു. അപ്പോൾ ഈ 10 ആയിരിക്കണം നമുക്ക് നമ്മുടെ കൈയുടെ മുകളിലത്തെ വണ്ണമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ അത് കിട്ടത്തില്ല. കണ്ടോ, നമ്മൾ എങ്ങനെ ചെരിച്ച് വെച്ചാലും നമുക്ക് 7 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട ഇറക്കം. അത് നമ്മൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമ്മൾ അടയാളപ്പെടുത്തിയാലും ഇതിൽ നമുക്ക് എങ്ങനെ ചെരിച്ച് വെച്ചാലും നമുക്ക് 10 ഇഞ്ച് ഇവിടെ കിട്ടില്ല. കണ്ടോ, 9 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ പീസ് കൊടുക്കേണ്ടി വരും. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പീസ് കൊടുക്കാതെ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റ പീസായിട്ട് കൈറ്റുള്ളത് മടക്കിയിടും. അപ്പോൾ ഇതിൽ നമുക്ക് കൈ വരയ്ക്കാം. കൈനിക്ക് നമ്മൾ ബ്ലൗസ് വെട്ടുമ്പോൾ നമുക്ക് കൈ വണ്ണം, അതായത് ചെസ്റ്റ് അളവിൽ നിന്നും ചെസ്റ്റ് അളവിൻ്റെ 4 വണ്ണത്തിൽ നിന്നും 1 കുറച്ചിട്ട് നമ്മൾ, അതായത് 44, അതായത് 44ൻ്റെ 4 വരുമ്പോൾ നമുക്ക് 11ആണ്. 11 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടുന്നു. ആ 10 വണ്ണം കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2 ആക്കിയിട്ടപ്പോൾ നമുക്ക് വണ്ണം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ പീസായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട്, നമ്മൾ സാധാരണ 4 ആക്കി മടക്കിയിട്ടാണല്ലോ കൈ വെട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒറ്റ പീസായിട്ട് വണ്ണം കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റ പീസായിട്ട് ഇട്ടു. ഇനി നമുക്ക് ഇറക്കം അടയാളപ്പെടുത്താം. 9 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് റിഗാൾ ഷേപ്പ് അടയാളപ്പെടുത്താം. കാരണം 44 വരുന്നതുകൊണ്ട് തന്നെ 4 ഇഞ്ച് വേണം. ഇനി ഇവർക്ക് ഇവിടുന്ന് 2 ഇഞ്ച് നമ്മൾ ഷേപ്പിനായിട്ട് 1.5 2 ആണ് മാറ്റേണ്ടത്. അത് ഇവർക്ക് വണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ 2 ഇഞ്ചാണ് മാറ്റുന്നത്. പിന്നെ നമുക്കിതൊന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ റിഗാൾ ഷേപ്പിൻ്റെ വരാം. ഇനി നമുക്ക് ഈ നമ്മൾ 2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയതും നമ്മുടെ വണ്ണം നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവ്, അതായത് ഈ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയതും ഈ 2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി എത്രയാണോ അവിടെ 8.5 ആണോ എന്നത് നമുക്ക് 4.25.
പിന്നെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം, ഇല്ലെങ്കിൽ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടെ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി, കൈ നമുക്ക് മാറ്റി അടയാളപ്പെടുത്തേണ്ട 2 അടയാളപ്പെടുത്തി. ഈ 2 അടയാളപ്പെടുത്തിയുടെ നിന്ന് വണ്ണത്തിൻ്റെ അങ്ങോട്ടൊരു നേർരേഖ വരച്ചു. ഇനി നമ്മൾ ആ വണ്ണത്തിൽ, അതായത് ഇതിൻ്റെ നടുക്ക് നമുക്ക് കൃത്യം നടുവ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ വെക്കുക, ഇത് വരയ്ക്കുക. അപ്പോൾ നമ്മൾ കൈ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം വരയ്ക്കണമെങ്കിൽ നമ്മളിവിടെ നിന്ന്, അതായത് നടുക്ക് നമ്മൾ അടവ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവിടെ നമുക്ക് 4 ഇഞ്ച് താഴേക്ക് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ 2 ഇഞ്ച് വരെ നോക്കുക. അതിന് ശേഷം നമുക്കത് ഇങ്ങനെ വെച്ചാൽ മതി. ഉണ്ടോ? നമ്മൾ കൈ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെട്ടുന്നില്ല, വെട്ടാത്തതിന് കാരണം ഇത് എൻ്റെ കസ്റ്റമറുടെ ഈ അളവല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെട്ടുന്നില്ല. പകരം എൻ്റെ കസ്റ്റമറുടെ അളവിലുള്ള കൈയാണ് നമ്മൾ വെട്ടി കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് കൈ. കുറേ വരെ ആയതുകൊണ്ട് തിരിയാതെ പോകുന്നു അല്ലേ. ഷൈനിയുടെ കൈ ഇങ്ങനെയാണ് വെട്ടേണ്ടത്. കാരണം 2 ഇഞ്ച് നമ്മളിവിടെ അകലം കൊടുത്തിട്ടായിരിക്കണം അവിടെ നിന്ന് ഷേപ്പ് തുടങ്ങേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടുന്നേ തുടങ്ങാൻ പാടില്ല. നമുക്ക് 2 ഇഞ്ച് അകലം കൊടുത്തിട്ട്, അതായത് വണ്ണം അവർക്ക് കൈയുടെ അവിടം കൊണ്ട് റൗണ്ട് കൂടുതലുണ്ടാവും. നമ്മുടെ ഒരത്തിൻ്റെ അവിടം കൊണ്ട് നമുക്ക് റൗണ്ട് കൂടുതലുണ്ടാവും ഈ 44 ചെസ്റ്റ് അളവുള്ള ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 2 ഇഞ്ച് സ്പേസ് കൊടുത്തിട്ടായിരിക്കണം കൈയുടെ ഷേപ്പ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് എൻ്റെ കസ്റ്റമറുടെ കൈ വെട്ടി നോക്കാം. അതപ്പോൾ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ, ഇത് വെട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തുണി 4 മടക്കിയിട്ടിട്ടും ചെയ്യാം, പക്ഷെ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ കൈ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമറുടെ കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. വണ്ണം 8.25 അടിവശത്തെ വണ്ണം 5.5. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് കൈ കട്ട് ചെയ്യാൻ. ഷൈനിയുടെ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ 7 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് മുകളിലത്തെ വണ്ണം തന്നിട്ടില്ല. അത് കാരണം നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. റിഗാൾ ഷേപ്പും നമ്മൾ കണ്ടുവരച്ചു. അപ്പോൾ ഇനി നമ്മൾ കസ്റ്റമറുടെ ഇതിലേക്ക് മാറുകയാണ്. അപ്പം 11 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ച് കൊടുത്തു. ഇത് ലൈനിങ് ബ്ലൗസാണ്. അപ്പം നമുക്ക് 1 ഇഞ്ച് കൂടുതലിട്ടാൽ മതി. കാരണം ലൈനിങ് അടിച്ച് മറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. നമ്മൾ 12 ഇഞ്ചിൽ മടക്കിയിട്ടു, 4 മടക്കിയിട്ടു. പന്ത്രണ്ട് ഇഞ്ച്. പിന്നെ നമുക്ക് റിഗാൾ ഷേപ്പ് 4 ഇഞ്ച് തന്നെ കൊടുത്തു. ഇവിടുത്തെ ഷേപ്പ് നമ്മൾ 1.25. ഷൈനിക്ക് നമ്മൾ 2 കൊടുത്തത്. ഇവർക്ക് കൈക്ക് ഇച്ചിരി വണ്ണം കുറവുള്ളത് കൊണ്ട് നമ്മൾ ഷൈനിക്ക് 10 ഇഞ്ചാണ് നമുക്ക് മുകളിലത്തെ വണ്ണം വന്നിട്ടുള്ളത്. എൻ്റെ കസ്റ്റമറുടെ 8.25 വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അകലം, അതായത് കൈയുടെ ഷേപ്പ് എടുക്കുന്നതിൻ്റെ അകലം നമ്മൾ ഷൈനിക്ക് 2 കൊടുത്തു. നമ്മൾ എൻ്റെ കസ്റ്റമറിന് നമ്മൾ 1.25 കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വരയ്ക്കാം. വണ്ണം നോക്കാം. മുകളിലത്തെ വണ്ണം നമുക്ക് 8.25 ഇവിടെ കിട്ടുന്നു. നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് വണ്ണം അടയാളപ്പെടുത്താം. 8 ഇഞ്ചാണ് അതിൻ്റെ നടുവ് 4. അപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം. അല്ല, ഇനി നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ വരയ്ക്കുക. ഇനി ഫ്രണ്ട് വശം. നമ്മൾ ഫ്രണ്ടും വരച്ചെടുത്തു, പുറകും വരച്ചെടുത്തു. അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അടിവശത്തെ വണ്ണം 5.5. ഷൈനിക്ക് 6.5 ഇത് നമുക്ക് 5.5. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെറിയ ഷേപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കൈക്ക് അവിടെ ലൂസ് വരും. അധികം വണ്ണം ഇല്ലാത്തത് കൊണ്ട് ഷേപ്പ് കൊടുത്തില്ലെങ്കിൽ അവിടെ ലൂസ് വരും. അപ്പോൾ ഷൈനിക്ക് അത് വേണ്ടി വരില്ല, കാരണം അവർക്ക് കൈക്ക് വണ്ണം ഏകദേശം ഉള്ളതുകൊണ്ട് ഈ ഷേപ്പിൻ്റെ ആവശ്യം വരുന്നില്ല.
ഇത്രയൊരു 1/4 ഇഞ്ചില്ല, ശരിക്കും ആ ഒരു ഷേപ്പിൽ നമ്മൾ കൈ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് മാറ്റിയിട്ട് ഒരു വര അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൈ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഏതെങ്കിലും ഒരു സൈഡ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ വെച്ചിട്ട് കൊടുക്കാം മനസ്സിലാകാൻ വേണ്ടി. ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ കൈ തമ്മിൽ. അപ്പോൾ നമ്മൾ കൈ വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്രോസിലാണ് കട്ട് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രോസിൽ കട്ട് ചെയ്യാം. പിന്നെ ഇത്രയും തുണിയാണുള്ളത്. ഇവിടെ നമുക്ക് ക്രോസ് കട്ട് ചെയ്യണം. അപ്പോൾ തുണി നമ്മൾ 2ആക്കി മടക്കിയിട്ടു. അതിനുശേഷം നമുക്ക് പുറകുവശം, ഷൈനി നമ്മളോട് ബ്രസ്റ്റ് ഇറക്കത്തിൻ്റെ കാര്യം അതായത് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറിൻ്റെ അളവ് വെച്ചിട്ടാണ് ഇതിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൈനിക്ക് എത്രയാണ് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം എന്ന് ചിലപ്പോൾ നോക്കാൻ മറന്നു പോയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കസ്റ്റമറുടെ രീതിയിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അളവുകൾ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഷൈനിക്കും ഈ അളവ് തന്നെയായിരിക്കും മിക്കവാറും വരിക. എൻ്റെ കസ്റ്റമറുടെ അളവിൽ നമുക്ക് അണ്ടർ ബ്രസ്റ്റ് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് പറ്റാം. അപ്പം നമ്മൾ തുണി 2ആക്കി മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ ഒരു കോർണറിൽ പുറകുവശത്തെ ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവച്ചു. അതായത് ഷോൾഡർ നമ്മൾ ഒരു കോർണറിൽ വെച്ചു. ക്രോസ് വെട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കോർണറിൽ വെച്ചിട്ട് അവിടെ നമ്മൾ ഷോൾഡർ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് കൈക്കുഴിയാണ് വരയ്ക്കേണ്ടത്. ഒരു കോർണറിൽ ഷോൾഡർ പീസ് വെച്ചു. പുറകുവശത്തെ പീസ് എടുത്തിട്ട് നമ്മൾ ഷോൾഡറായിട്ട് എടുത്ത് വെച്ചു. നമ്മൾ കൈക്കുഴി വരച്ചു. ഇനി നമുക്ക് കഴുത്ത് ഇതുപോലെയല്ല വരയ്ക്കുക. നമുക്കൊരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വണ്ണം കൂട്ടിയിട്ട് നമ്മൾ സൈഡ് വണ്ണം അടയാളപ്പെടുത്തി. ഇതിന് ശേഷം നമുക്ക് ഇനി ഇത് കഴുത്തിൻ്റെ അകലം വേണമെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കാം. പിന്നെ നമുക്കിത് എടുത്തു മാറ്റാം. ഇത്രയാണ് നമുക്ക് വരയുള്ളത്. പിന്നെ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കൊടുക്കണം. അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം ഞാൻ 13.5 പറഞ്ഞത്. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷൈനിക്ക് 7 ഇഞ്ചാണ് കഴുത്തിറക്കം പറഞ്ഞത്, ഫ്രണ്ട് കഴുത്തിറക്കം. അപ്പം എൻ്റെ കസ്റ്റമറുടെ കഴുത്തിറക്കം എന്നത് 7 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ 7 ഇഞ്ച് നമ്മളിവിടെ കഴുത്തിറക്കം അടയാളപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തകലം നോക്കാം. ഇപ്പോൾ 3 ഇഞ്ച് 3.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ കഴുത്തിറക്കം വരച്ചു. നമുക്കിവിടെ ഒരു 4 ഇഞ്ച് കുറച്ച് കൊടുക്കാം, ചരിച്ചു. 4 ഇഞ്ച് നമ്മൾ ചരിച്ചു വരച്ചു. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടം ശരിയാക്കണം. നമ്മൾ മറ്റേ പുറകിലത്തേനേക്കാളും 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചു.
ഇനി നമുക്ക് അണ്ടർ ബ്രസ്റ്റ് പോയിന്റിൻ്റെ ഇറക്കമാണ് 10 ഇഞ്ചാണ്. അപ്പോൾ ഇവിടുത്തെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10.5 ഇഞ്ച് ഇവിടെയാണ്. ഇനി നമുക്ക് അകലം കൊടുത്തിട്ട് നമ്മൾ 4.5 ഇഞ്ചാണ് അകലം കൊടുക്കുന്നത്. 44 നമ്മൾ 4.5 ഇഞ്ച് അകലം കൊടുത്തു, വരച്ചു. ഇനി നമ്മൾ ഇവിടുത്തെ ടക്ക്, നമ്മളിപ്പോൾ ഇവിടുത്തെ അകലം എത്ര ഉണ്ടെന്ന് നോക്കും. നമുക്കിവിടെ 6.5 ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ 3.25 പകുതി. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഇവിടുത്തെ ടക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടക്ക് നമുക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ ഇവിടുന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടായാലും നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ സൈഡിലത്തെ, അതായത് കർഷക്കുഴിയുടെ അവിടുത്തെ ടക്ക്, അത് നമ്മൾ 1.5 ഇഞ്ച് അകലമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ 1.5 ഇഞ്ച് അകലം കൊടുത്തു, അത് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഷേപ്പ് എടുക്കണം. അപ്പം ഈ ടക്കും ഇതിൻ്റെ അകലവും കൂടെ നോക്കുക, അതായത് ഇത്രയും നോക്കുക. ഇവിടെ നമുക്ക് 3.5 ആണുള്ളത്. അപ്പോൾ 1.25 ഇവിടെ നമ്മൾ ഷേപ്പിനായിട്ട് കൊടുത്തു. നമ്മളിത് ഇനി നമുക്ക് ടക്കിൻ്റെ വീതി 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം അവർ ബ്രസ്റ്റിൻ്റെ വണ്ണം പറയാത്തതുകൊണ്ട് നമുക്ക് ടക്കിൻ്റെ വലിപ്പം, അതായത് ടക്ക് എത്ര വീതിയിൽ കൊടുക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ കസ്റ്റമർക്ക് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് ബ്രസ്റ്റും വേസ്റ്റും തമ്മിൽ 2 ഇഞ്ച് 4 ഇഞ്ചൊക്കെ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. പക്ഷെ എനിക്കും അത് തന്നെ ആയിരിക്കും മിക്കവാറും. അവർക്കും വലിയ വ്യത്യാസങ്ങളില്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ ഷേപ്പ് നമ്മൾ ഈ ടക്കയിലേക്ക് വരച്ചു. ഇവിടെ നമ്മൾ ആ 1.25 തന്നെ, അല്ലെങ്കിൽ നമുക്ക് 1.5 ആയാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 1.5 കൊടുത്താലും മതി. നമ്മൾ ഈ ടക്കിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. നമ്മൾ ക്രോസ് കട്ട് ചെയ്ത്, ക്രോസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെരിക്കുന്നത് ഈ ലൈനിൽ നിന്ന് മുകളിലേക്കാണ്, താഴേക്ക് എടുക്കില്ല. ഇത് അകലം കൂടി പോകുന്നില്ല. ഇത് നമ്മൾ കഴുത്തിൻ്റെ പടിയൊക്കെ അടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തു 1.5 ഇഞ്ച്. നമുക്ക് 4 ഇഞ്ച് വീതി മതി ഷോൾഡറിന്. തയ്ച്ച് തീരുമ്പോൾ നമുക്ക് 3.5 കിട്ടുന്നാൽ നമ്മളത് കൈക്കുരി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെച്ചിട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അത് കിട്ടുമോ നോക്കാം. ഇവിടെ നമുക്ക് 3 ഇഞ്ച്, 1/2 ഇഞ്ച് തലത്തുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് തലത്തുമ്പോൾ 3.25 അപ്പോൾ അവിടെ 3 കണക്കാക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കഴിച്ചാൽ നമുക്ക് 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പം 7 3 10 ഇഞ്ച് ഷൈനിക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടും. എൻ്റെ കസ്റ്റമർക്ക് 9 ഇഞ്ച് മതി. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇഞ്ച്, ഇവിടെ കൊണ്ട് നമ്മൾ 6 ഇഞ്ച് മതി. ഇത് ഷൈനിയുടെ അളവാണ്. ഇത് എൻ്റെ കസ്റ്റമറുടെ അളവ്. ഇപ്പോൾ നമ്മൾ ബ്ലൗസ് ഫ്രണ്ട് വശം വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിംഗ് ആണ് നോക്കേണ്ടത്. അപ്പം കട്ടിങ് വെട്ടുമ്പോൾ ഞാൻ കട്ടിങ് വെട്ടുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. കട്ടിങ് വെട്ടുന്ന നമ്മൾ സാധാരണ ഈ ടക്കെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട്, ഫ്രണ്ടിലെ ടക്കെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുറകുവശത്ത് വെച്ച് നോക്കുക. ഇതിപ്പോൾ ടക്ക് അടിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ വെച്ച് നോക്കുന്നത്. എങ്കിലും നമുക്ക് അളവ് കിട്ടും. ഇങ്ങനെ വെച്ചാലും നമുക്ക് അളവ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 4 ഇഞ്ചാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടുക, 5. ഇവിടെ നമുക്ക് 2.5 ആണ്, 1 കൂട്ടുക 3.5.
ഇവിടെ നമുക്ക് ഇവിടെ 3.5 അപ്പോൾ 1 കൂട്ടുക 4.5. അപ്പം ഇവിടെ 3.5, ഇവിടെ 4.5, ഇവിടെ 5. അങ്ങനെയാണ് നമ്മൾ ടക്കിൻ്റെ അതായത് ബാൻഡിൻ്റെ അളവെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാം. നമുക്ക് കഴുത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് 5 ഇഞ്ച്, നടുക്കായിട്ട് 3.5, സൈഡിലായിട്ട് 4.5 കിട്ടണം. ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ടക്ക് പിടിച്ചിട്ടാണ് സാധാരണ വെക്കേണ്ടത്. ഇതിപ്പോൾ എനിക്ക് നിത്യപരിചയം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. ഇത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയും കൂടെ ഇടാം. ഇത് നമുക്ക് പടിക്ക് വെട്ടിയെടുക്കാം. തേരുവശം നമുക്ക് കട്ടിങ് ഇതിന് കിട്ടുമോ നോക്കാം. ബാൻഡിൻ്റെ അകലം വേണ്ടത് നമുക്ക് 10 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 11 ഇഞ്ച് എടുക്കുക. എൻ്റെ കസ്റ്റമറിന് 9 അപ്പോൾ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ച് എടുക്കണം. ഇപ്പോൾ 10.5 ആയാലും കുഴപ്പമില്ല. നമ്മൾ 10.5 ഇവിടെ നമുക്കിവിടെ 5 ഇഞ്ച്, ഇവിടെ നമുക്ക് 3.5 ഇഞ്ച്, ഇവിടെ നമുക്ക് 4.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് കൂട്ടി വരയ്ക്കാം. ഇതുപോലെ ഒരു പീസും കൂടെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേ ഒരു പീസ് തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകമ്പുറം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് രണ്ടും ഒരേ സ്ഥലത്തേക്ക് വരും. അതായത് ഇവിടെ 5 നമ്മൾ അളവെടുത്തത്, ഇവിടെ നമ്മൾ 3.5, ഇവിടെ നമ്മൾ 4.5 എടുത്തത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് അകമ്പുറമുള്ള തുണി ആയതുകൊണ്ട് നമ്മൾ ഇത് നേരെ തിരിച്ചിടുക. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ 5 വന്നു, ഇവിടെ 3.5 വന്നു, ഇവിടെ 4 വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 സൈഡിലാണ് ബാൻഡ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഒരേ സൈഡിലേക്ക്, അതായത് അകമ്പുറമുള്ള തുണിയല്ല നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇട്ടാൽ രണ്ടും ഒരു സൈഡ് വരും. അപ്പോൾ നമുക്ക് കട്ടിങ് കൊടുക്കാം. ചിലപ്പോൾ ഒരു പീസൊക്കെ നമുക്ക് കട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടും ഒരേ സൈഡിലേക്ക് ആയി പോയാൽ നമുക്ക് അത് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ 5, ഇവിടെ 3.5, ഇവിടെ 4.5 ഇടപെട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് രണ്ടും ഒരു സൈഡായി പോകും. അതായത് ഇടത് സൈഡായി പോകും, വലത് സൈഡ് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നേരെ തിരിച്ചു ഉണ്ടോ. അപ്പോൾ ഇത് നമ്മളിടുമ്പോൾ ഇത് നമുക്ക് ഇടത് സൈഡും ഇത് വലത് സൈഡുമായിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെയാണ് 5 കട്ട് ചെയ്തത് ആദ്യത്തെ. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് 5 ഉള്ളത് കണ്ടോ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കമ്പറുള്ള തുണിക്ക് പ്രത്യേകം നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്കാവും പോകും. നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരേ സ്ഥലത്തേക്ക് ഒരേ വീതിയിൽ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് രണ്ടും ഇങ്ങനെ തന്നെ ഒരേ സൈഡിലേക്കായി പോകും. അപ്പം വൃത്തി ഉണ്ടാവില്ല, തയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ടാകും. വലുതും ഇടതുമായിട്ട് 2 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മാച്ചായ വേറെ തുണി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. തുണി തികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3/4 വെട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് തുണി തികയാതെ വരും. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്തു. ഇനി നമുക്ക് പടിയും കൂടെ കട്ട് ചെയ്യും. ക്രോസ് പീസ് നമുക്ക് ലൈനിങ്ങിൽ നിന്ന് കൊടുക്കാം. ഇത് നമുക്ക് ക്രോസ് പീസ് കൊടുക്കാൻ കിട്ടത്തില്ല. കാരണം ഇത് നമ്മൾ മുറിച്ചാൽ ചെറുതായിട്ട് മുറിക്കാം, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തയ്ക്കാൻ. ഇവിടെ ഒരു പീസ് കിട്ടും. ക്രോസ് മുറിക്കാൻ നമുക്ക് തുണി ഇച്ചിരി കമ്മിയാണ്. അതായത് കഴുത്തിന് കൊടുക്കേണ്ട ക്രോസ് പീസ് അങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെറിയ കഷ്ണം ക്രോസ് മുറിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഷൈനിക്ക് ഇത് കട്ട് ചെയ്യുന്ന വിധം മനസ്സിലായിട്ടുണ്ടാവും. ഇതെൻ്റെ കസ്റ്റമറുടെ ആയതുകൊണ്ടാണ് ഷൈനിയുടെ അളവിൽ വെട്ടിക്കാണിക്കാത്തത്. എങ്കിലും വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷൈനിയുടെ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ കസ്റ്റമറുടെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് നമുക്ക് വണ്ണത്തിൻ്റെ അടിവശത്തെ വണ്ണത്തിൻ്റെ വ്യത്യാസം, അരയിഞ്ച് വ്യത്യാസം. അതായത് ഇവർക്ക് 19.5 സോറി 39 ഇവരുടെ വണ്ണം അടിവശത്ത്. എൻ്റെ കസ്റ്റമറുടെ 39 വേസ്റ്റ് വണ്ണം. മുകൾ വശം സെയിം ആണ്, 44 തന്നെയാണ്. പിന്നെ കൈയുടെ ഇറക്കം ഷൈനിക്ക് 7 ഇഞ്ചാണ്, എൻ്റെ കസ്റ്റമർക്ക് 11 ഇഞ്ചാണ്. വണ്ണത്തിലും വ്യത്യാസമുണ്ട്. ഷൈനിക്ക് മുകൾ വശത്ത് 10 ഇഞ്ചാണ് വരുന്നത്. അതായത് വണ്ണം എന്നോട് പറഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് വണ്ണത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. പിന്നെ അടിവശത്തെ വണ്ണം ഷൈനിക്ക് 6.5, എൻ്റെ കസ്റ്റമർക്ക് 5.5. ആ ഷേപ്പിലാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക്, അതായത് തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് തയ്ക്കുന്നത് ഞാൻ ബ്ലൗസ് തയ്ക്കുന്നതായിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിത് തയ്ച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ബ്ലൗസിൻ്റെ കാണിക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരും. താങ്ക് യു. അങ്ങനെ നമ്മുടെ 44 ചെസ്റ്റ് അളവുള്ള ബ്ലൗസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരും. താങ്ക് യു.